ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ അനേക വാഗ്ദാനങ്ങൾ ദൈവം നമ്മൾക്കായിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ ആശ്വാസത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അതിൽ ഒരെണ്ണം നമുക്കിന്ന് നോക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. നിൻ്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയില്ല. യഹോവ നിൻ്റെ നിത്യം പ്രകാശമായിരിക്കും, നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും കാരണമായിരിക്കാം ദുഃഖങ്ങളുണ്ടാകുന്നത്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിൽ കൂടെ പോകുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നാം പ്രായത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മെ നോക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് നടക്കുവാനോ നമ്മുടെ സ്വയം കാര്യങ്ങൾ ചെയ്യുവാനോ കഴിയാത്തൊരവസ്ഥ, വേദനയും പ്രയാസവും ദുഃഖവും നമ്മുടെ ശരീരത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ പല മുഖാന്തരങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് നാം ദുഃഖകാലം നമ്മുടെ ജീവിതത്തിലുണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും. ഇരുട്ടിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും കർത്താവ് അവൻ്റെ പ്രകാശമായിരിക്കും. അവൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. കാരണം യഹോവയുടെ തേജസ് അവൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ചുറ്റുപാടുകളിൽ അന്ധകാരം ഭൂമിയെയും മറ്റുള്ളതിനെയെല്ലാം ജാതികളെ മൂടുന്ന സമയത്തും ദൈവത്തിൻ്റെ തേജസ് ദൈവത്തിൻ്റെ മക്കളുടെ മേൽ പ്രകാശിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അവൻ്റെ തേജസ്, കർത്താവിൻ്റെ തേജസ് നിത്യം നമ്മുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുഃഖകാലം തീർന്നു പോകും എന്നുള്ളത്. ദുഃഖകാലത്തിലും നമ്മൾക്ക് ദുഃഖിക്കേണ്ട, നമ്മൾ നിരാശപ്പെടുകയോ ആവശ്യമില്ല. കാരണം നമ്മൾ അന്ധതയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കർത്താവിൻ്റെ വലിയൊരു പ്രോമിസാണ്, യഹോവ നിൻ്റെ നിത്യപ്രകാശമായിരിക്കും. ഈ സൂര്യപ്രകാശം നമുക്കൊന്ന് മുകളിലേക്ക് നോക്കിയാൽ ആ സൂര്യനെ ഒന്ന് നോക്കുവാൻ പോലും നമുക്ക് സാധിക്കത്തില്ല. അത്ര ചൂടാണ് ഉള്ള സമയം. ആ സൂര്യൻ്റെ ശോഭയില്ലാതെയാകാം, ചന്ദ്രൻ മറഞ്ഞു പോകാം. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ്, അവൻ്റെ ഇത് ഒരിക്കലും മാഞ്ഞു പോകാത്തതാണ്. ആ കർത്താവ് നമ്മുടെ നിത്യപ്രകാശമായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എത്ര ഭാഗ്യമുള്ളവരാണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും കർത്താവ് നമ്മുടെ പ്രകാശമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും ആനന്ദത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ ബെഞ്ചമിൻ പാഴ്സൺ എന്ന ഇവാഞ്ചലിസ്റ്റ് തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. പ്രായാധിക്യത്തിലുമായി അദ്ദേഹത്തിന് ദേഹത്ത് മുഴുവനും വേദനയാണ്. ഒരു രീതി വളരെ പ്രയാസ നിലയിൽ അദ്ദേഹം അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഒരിക്കൽ ഇവാഞ്ചലിസ്റ്റ് സ്പർജനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്പർജൻ ബെഞ്ചമിൻ പാഴ്സനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. ബെഞ്ചമിൻ പാഴ്സനെ കണ്ടിട്ട് ബെഞ്ചമിനോട് ചോദിച്ചു, ബെഞ്ചമിനെ, നിനക്ക് ഇന്ന് എങ്ങനെയുണ്ട്? നിനക്ക് സുഖമാണോ? നിൻ്റെ വേദനകളൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ വേദനകളൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ബെഞ്ചമിൻ പാഴ്സൺ പയ്യെ ചിരിക്കാൻ വയ്യാത്ത ചിരിയോടുകൂടെ, ആ അവസ്ഥ നമുക്കറിയാം, ആ അവസ്ഥയിൽ കൂടെ പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനും സംതൃപ്തിയുള്ളവനും ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവനുമാണ്. അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്പർജൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ബെഞ്ചമിനെ നീ ഇപ്പോൾ സന്തോഷിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തല വെച്ചുറങ്ങുന്നത് 3 വളരെ മനോഹരവും വളരെ സോഫ്റ്റുമായിട്ടുള്ള 3 തലയണകളിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. 3 തലയണകളിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. ആ 3 തലയണകൾ കാരണം ഇപ്പോൾ ഞാൻ സന്തോഷവാനായിരിക്കുന്നു. അപ്പോൾ സ്പർജൻ വീണ്ടും ചോദിച്ചു, എന്താണ് പാർസനെ ആ 3 തലയണകൾ? അപ്പോൾ പാർസൻ പറഞ്ഞു, അത് നിത്യമായിട്ടുള്ള ശക്തി, ദൈവത്തിൻ്റെ ശക്തി, അത് തീർന്നു പോകാത്ത ശക്തി. രണ്ടാമതായിട്ട് നിത്യമായിട്ടുള്ള സ്നേഹം. മൂന്നാമതായിട്ട് നിത്യമായിട്ടുള്ള പരിജ്ഞാനം, വിവേകം. ആ 3 തലയണകളിൽ ഞാൻ കിടന്നുറങ്ങിയാണ്. അതുകൊണ്ട് വേണ്ടപ്പോൾ എന്താണ് വേണ്ടതെന്നുള്ളത്
എനിക്ക് അതാത് സമയത്ത് ഈ തലയണകൾ തരുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷവാനായിട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ സ്പർജന് വളരെ സന്തോഷമായി. സ്പർജൻ അവരൊന്നിച്ച് പ്രാർത്ഥിച്ചിട്ട് ഭവനത്തിലേക്ക് പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതേ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലും ഈ 3 തലയണകൾ നമ്മൾക്കുമുണ്ട്. ഈ തലയണകൾ വെച്ചുറങ്ങുവാൻ, ഈ തലയണകൾ വെച്ച് കിടക്കുവാൻ, ഈ തലയണകൾ കൊണ്ട് നടക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലുണ്ട്. ദൈവത്തിൻ്റെ പരിജ്ഞാനം ഒരിക്കലും കുറഞ്ഞു പോകാത്തതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും പ്രാഗൽഭ്യത്തോടും കൂടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.